ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞങ്ങൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ കുഞ്ഞുവനെ കാണാൻ പോകുന്നതിലോ അപ്പോൾ അന്ന് നമുക്ക് കാണാനും കാര്യങ്ങളും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ബേബി റൊട്ടേറ്റ് ആവാതെയാണ് അത് കാണാതിരുന്നതെന്നാണ് പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ പോയിരുന്നു ആ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുമില്ല അതെന്തായാലും അപ്പോൾ ആ വീഡിയോ കാണാൻ ചാൻസ് ഇല്ല. അതായത് നമ്മളടുത്ത് സ്കാനിങ് സെന്ററിൽ പോയപ്പോൾ കുറച്ചും കൂടി ലേറ്റ് ആയി. അത് കാരണം പക്ഷേ നല്ല വലുതായതുകൊണ്ട് നമുക്ക് അതിൽ ക്ലിയർ ആയിട്ട് കാണില്ല എന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ ഡോക്ടർ പറഞ്ഞത് കുറച്ചുകൂടെ മറ്റേ വീക്ക് പോയി കഴിഞ്ഞ് കുറച്ച് കാണുന്നത് പിന്നെ റൊട്ടേറ്റ് ആവാത്തതും ആയിരിക്കാം. ഇവിടെ വന്നിട്ട് ചിങ്കടുവിന്റെ നോക്കിയ സമയത്ത് ഈ ഒരു ടൈമിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ ഒന്നുകൂടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് മറ്റേ ഫേസ് കാണാൻ വേണ്ടി പോവാണ്. ഇന്ന് കാണുന്നു വിചാരിക്കുന്നു. അതെ, അപ്പൊ ഇന്ന് കാണുന്നു വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നോക്കാം. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഗൈസ്. ഇന്ന് ബേബിന്റെ ബർത്ത്ഡേ, എന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പൊ ഇതിപ്പോ വാവച്ചി എടുത്തുന്ന മറ്റേ ഗിഫ്റ്റ് ആണ് ഇട്ടത്. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വാവച്ചി ഇന്നലെ വാവച്ചിക്ക് സമാധാനമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ബൈക്കാണ് വാവച്ചി മറ്റേ ബർത്ത്ഡേക്ക് എടുത്തത്. അപ്പോൾ വാവച്ചിക്ക് ഇപ്രാവശ്യം എന്തെടുത്തിരുന്നുള്ളൊരു ഇതിൽ കുറേ എൻ്റെ ബാക്കിൽ നടന്ന ഓരോ ഏകദേശം എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ എക്സ്ട്രാ ഒന്നും എടുക്കണമെന്നൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ചോദിച്ച് പിന്നെ ലാസ്റ്റ് വാവച്ചി കുറച്ച് ഡ്രസ്സ്, ഷൂസ്, അതുപോലെ തന്നെ വാച്ച്, അങ്ങനെ കുറേ സംഭവങ്ങൾ എടുത്തു തന്നു കേട്ടോ. എന്നിട്ടും വാവച്ചിക്ക് തൃപ്തിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ വേണമെന്നില്ല. കാരണം ഓൾറെഡി എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒന്നും വേണമെന്നൊന്നുമില്ല. എന്നാലും വാവച്ചി എടുത്തു. അപ്പോൾ ഇന്ന് വാവച്ചി എടുത്തുന്ന കോസ്റ്റ്യൂം തന്നെ ഇടാന്ന് വിചാരിച്ചപ്പോൾ ഇതാണ് കോസ്റ്റ്യൂമാണ് ഗൈസ്. നന്നായിട്ടില്ലേ? പാൻറ് ഷൂ മാത്രം ഇട്ടില്ല കേട്ടോ. അതെന്തോ സൈസ് എന്ത് ചെറിയത്, അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടില്ല. അതിന് ചേഞ്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വാച്ച് ഗൈസ് എന്താ ഇതല്ല, ഇനിയും വേറെയും കുറേ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ കാണിച്ചു തരാം. ചിങ്കട് പിന്നെ ഉറങ്ങണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കണമെന്ന് അമ്മ പിന്നെ ജെനിലൊക്കെ ഉണ്ട്. പിന്നെ അമ്മൂമ്മനും ജെനിലും വിടും അല്ലേ. ഞങ്ങൾ എന്നും പോണ പോലെ തന്നെ നമുക്ക് ബുക്കിംഗ് 11 മണിക്കാണ്. അതായത് ഇന്ന് ബുധനാഴ്ച പൊതുവെ ഡോക്ടർ അവിടെ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്കാനിങ് നോക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ട് 11 മണിക്ക്. കുറച്ച് ലോങ് ആയതുകൊണ്ട്, ലോങ് എന്ന് മാത്രമല്ല കുട്ടികൾക്കുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് അവിടെ എത്തണം. പിന്നെ അത് മാത്രമല്ലല്ലോ, 2 ദിവസമായിട്ട് പോവാൻ ടാസ്ക് അല്ലേ. സ്കാനിങ് കൊടുത്ത് ഡോക്ടറിനെ കാണാൻ ഒരു ദിവസം പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വെയിറ്റ് ചെയ്യാന്നല്ല, ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്കാനിങ് ഫസ്റ്റ് അവിടെ 11 മണിക്ക് എത്തണം. നമുക്ക് കുട്ടി വന്നിട്ട് തിരിഞ്ഞോന്നും കൂടെ അറിയാം. അതൊരു ഇത് പറഞ്ഞു. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഡോക്ടർ നോക്കിയ സമയത്ത് ഏകദേശം റൊട്ടേറ്റ് ആയ പോലെ ഉണ്ട്. എന്നാലും ചെറിയൊരു ഡൗട്ട്. ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ 2 പ്രാവശ്യമൊക്കെ ചെക്കപ്പിന് പോയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. ഒന്നും വീഡിയോ അത് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ വീഡിയോ ആക്കിയില്ല. ഇതിന് തൊട്ട് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ട് ചെക്ക് ചെയ്ത സമയത്ത് ഒരു ഡോക്ടറിന് തിരിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഒരു ഡോക്ടറിന് തിരിഞ്ഞ പോലെയാണ്, ഒരു ഡോക്ടറിന് 10-10 അതായത് തിരിഞ്ഞ പോലെയും തോന്നുന്നു. എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സ്കാനിങ് എന്തായാലും എടുക്കണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം നമുക്ക് നോക്കുന്ന സമയത്ത് മൂവ്മെന്റ് ഒക്കെ വെച്ചിട്ട് റൊട്ടേറ്റ് ആയ പോലെ ഉണ്ടല്ലോ. പക്ഷെ ഇനിയിപ്പോൾ നോക്കിയാൽ അറിയില്ല. ഇനിയിപ്പോൾ സ്കാനിങ് എടുത്തിട്ട് മാക്സിമം എക്സസൈസ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ. എക്സസൈസ് കണ്ടിന്യൂ മാക്സിമം ചെയ്തു. അവർ പറയണ 4 പ്രാവശ്യമൊക്കെ ഒരു ദിവസം പറഞ്ഞത്. പക്ഷെ 4 പ്രാവശ്യം ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ അലച്ചിലും ഞാനുള്ളതുകൊണ്ട് അതിന് ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇനി ഇതാവണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാലും മാക്സിമം ചെയ്തു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എന്തായാലും കൺഫേമും ചെയ്യണമല്ലോ. എല്ലാവർക്കും അറിയാം റൊട്ടേറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് നോർമൽ ഡെലിവറി സാധ്യമാവുള്ളൂ. ഒരു ടൈം കഴിഞ്ഞ് പിന്നെ റൊട്ടേറ്റ് ആവൂല, ഫിക്സ് ആയി. പക്ഷെ റൊട്ടേറ്റ് ആവാത്തതും അപൂർവമായിട്ടൊക്കെ ആവാറുണ്ട്. പക്ഷെ അത് ടാസ്ക് ആയിരിക്കും. പക്ഷെ എന്തായാലും ഒരു ടെൻഷൻ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇറങ്ങാം. അപ്പോൾ എന്തായാലും പോയിട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. പിന്നെ ഫസ്റ്റ് ഇവരിനെ കൊണ്ട് വിടണം, അമ്മൂമ്മനും ജെനിലും വിടണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പോണതിലോ കഴിക്കണം. പിന്നെ ചിങ്കുട് പിന്നെ ഇന്നത്തെയും പോലെ ഉറക്കത്തിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ അമ്മൂമ്മനെ വിട്ടിട്ട് കഴിക്കാൻ വന്നു കേട്ടോ. അമ്മൂമ്മനെ അല്ലെങ്കിൽ എന്നും കഴിച്ചിട്ടാണ് വിടുക. പക്ഷെ ഇന്ന് അമ്മൂമ്മനെ കഴിച്ചിട്ട് വിടാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ ടൗണിൽ വന്നിട്ടാണ് കഴിക്കണത്. ആ ഭാഗത്തൊന്നും അധികം നന്നായിട്ട് ഫുഡും കാണാൻ കിട്ടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മൂമ്മനെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു വിടുമ്പോൾ ഒരുപാട് ടൈം ലേറ്റ് ആവും. അപ്പോൾ ചിങ്ങട് ഉറങ്ങുന്നുണ്ട്. ഞാനും വായിച്ച് കാറിലിരുന്നിട്ട് കഴിക്കുന്നത്. അപ്പോൾ അമ്മയും ജെനിലും അവിടെ ഉള്ളിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന സ്പോട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവനെയും വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് കോയമ്പത്തൂർ പോകാൻ. 1.5 മണിക്കൂറാണ് എത്താൻ ടൈം. 9:30 ആയി. വേഗം പോയി വിട്ടിട്ട് വേണം പോകാൻ. നമുക്ക് 11 മണിക്കാണ് അവിടെ സ്കാനിങ്ങിനോട് അപ്പോയിൻമെൻറ്റ് കിട്ടുക. കഴിഞ്ഞ ഫുഡ് ദോശ, ഇഡ്ഡലി. വാജിക്ക് ഇഡ്ഡലി മതി പറഞ്ഞു. പിന്നെ എനിക്ക് ദോശ.
അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീഡിയോ ഇടാത്ത ടൈമില്ല, അന്ന് ഞങ്ങൾ കുറച്ച് വൈകിയില്ലേ. ഡോക്ടർ അന്ന് കുറച്ച് എന്താണ് അവിടെ വെയിറ്റ് ചെയ്തു, കാരണം അന്ന് കുറച്ച് ആൾ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി കുറച്ചധികം അവിടെ വെയിറ്റ് ചെയ്തു. ഇപ്രാവശ്യം വൈകി നേരത്തെ വരാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് ആ ഡോക്ടറിന് കാണണ്ട, പക്ഷെ എന്നാലും നമുക്ക് നേരത്തെ പോകണം, കാരണം എന്നാലും നമുക്ക് തിരിച്ചു വരുന്ന ഒരു ടൈം നോക്കണല്ലോ, ഇരുട്ടായിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ ലോവേ. അപ്പോൾ പെട്ടെന്ന് ഇത് കഴിച്ചിട്ട് നമുക്ക് പോകണം. പിന്നെ ചായയും പറഞ്ഞു, ചായ തപ്പം വരും കേട്ടോ. ചായയും കുടിച്ച് കഴിച്ചിട്ട് ചിങ്ങട് നല്ല ഉറക്കത്തിലാണ്. ചിങ്ങുട് നല്ല ഉറക്കത്തിലാണ്. അപ്പൊ ഇനിയിപ്പോ പാർസൽ മേടിക്കേണ്ടി വരുമോ? ആ ചിങ്ങുടുവിന് എന്തായാലും മേടിക്കണം. എന്താ വെച്ചാൽ ചിങ്ങുടുവിന് പോകണ ടൈമിൽ എണിച്ച് കഴിഞ്ഞാൽ വിശപ്പ് എന്തായാലും വരും, എണിച്ചതും കൊടുക്കും, ചോദിക്കും. അപ്പം എന്തായാലും കഴിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് ഇതാ ഒരാൾ എണീറ്റ് ചിങ്ങുട് എണിച്ച് ഫുഡൊക്കെ കഴിച്ചുകൂട്ടാ. ഞങ്ങളവിടെ സ്കാനിങ് സെന്റർ എത്തിയതാ. അമ്മയുണ്ട്, അതിനേക്ക് വിട്ടൂലോ അവൻ. ഇപ്പം ഇതാ ലിഫ്റ്റിൽ പോവാ, 3rd floor ആണ് കേട്ടോ. നമുക്ക് എന്നത്തെയും പോലെ തന്നെ നമ്മൾ എക്സൈറ്റഡ് ആണ്, പക്ഷേ കിട്ടിയാൽ മതി പോലത്തെ ടെൻഷൻ. ഇനി പൈവറിന്റെ എടുക്കണ്ട, ഇനി പ്രൊസീജർ കാണാം. അതെ കിട്ടുമെന്ന് വിചാരിക്കണോ, നമുക്ക് എന്തായാലും നോക്കാം. 11:30 എത്തിയിട്ടാ, അരമണിക്കൂർ ലേറ്റ് ആയി. 11:30 11:45. പിന്നെ ഇടയിൽ നല്ല ബ്ലോക്ക്, നല്ല ബ്ലോക്ക് ഉണ്ടാവാറില്ല, നല്ല ബ്ലോക്കും. ഇവിടെ വെയിറ്റ് ചെയ്യുന്നിട്ടാ എന്ന് പറഞ്ഞ് തിരക്കുണ്ടല്ലേ. 11 മണിക്ക് തന്ന് കുഴപ്പമില്ല. ഇവിടെ ഒരാൾക്ക് പക്ഷേ ഹരിണി മാമിനെ കാണണം, ഹരിണി മാമിനെ കാണണം മുട്ടിൽ. ഡോക്ടറിൻ്റെ പേരാണ് ഹരിണി. അപ്പോൾ ഹരിണി മാമിനെ ഞങ്ങൾ വിളിക്കുക. അപ്പോൾ ഒരാൾ ഹരിണി മാമിനെ കാണണം കൊണ്ടിരിക്കുന്നത്, കാണിച്ചു കൊണ്ട്. ഹരിണി മാമിനെ കാണണ എവിടെയാണ്? നാണം വന്നു. സ്കാനിങ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് റിപ്പോർട്ടിന് വേണ്ട, മറ്റേ ഇതിന് റിപ്പോർട്ടിന് വേണ്ടിയിട്ട്. വച്ചിട്ട് മുഖം കണ്ട. അതെ കണ്ടു പറഞ്ഞുതരാം ഗൈസ്. അങ്ങനെ സ്കാനിങ് സെന്ററിൽ നിന്ന് ഇറങ്ങിലോ അവേ. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് കണ്ടുല്ലോ അവേ. അതാ ഒരാളിവിടെ ഹരിണി മാം പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ടുല്ലോ അവേ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ഡോക്ടറിനെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. അല്ല, നിങ്ങൾക്ക് ഡൗട്ടുള്ള നിങ്ങൾ കമന്റ് ചെയ്തോ അല്ലേ. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ആരിനെ പോലെ ഉണ്ടാവും തോന്നുന്നു, കമന്റ് ചെയ്തോ. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ ഇനിയിപ്പോൾ ഹരിണി മാമിനെ ഒന്ന് കണ്ടിട്ട് നേരെ പോകും. ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ വന്നതിന് പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞത് അല്ലേ അവ. അപ്പോൾ എന്തായാലും വേഗം പോയി കണ്ടിട്ട് ഇറങ്ങാം. പിന്നെ അതുപോലെ തന്നെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ കേക്ക് ഒന്നും മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും ടൈം ആവണതുകൊണ്ട് അത് മെൽട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചില്ല അവ. പിന്നെ ഇവിടെ സ്വീറ്റ്സിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ വെച്ചിട്ട് കുറച്ചുകൂടെ കൂടുതലാണ് ഇവിടെ അല്ലേ. അപ്പോൾ സ്വീറ്റ്സ് ഇവിടെ തന്നെയാണ്. അപ്പോൾ അതും മേടിച്ചിട്ട് അങ്ങനെ നമുക്ക് ഡോക്ടറിനെ കാണാൻ പോകാം അല്ലേ. ബാ. അപ്പം ഞങ്ങളില്ലേ ഡോക്ടർക്ക് മാത്രം സെപ്പറേറ്റ് ഒരു ബോക്സ് മേടിച്ചു. പിന്നെ അവിടെ ഉള്ള എല്ലാവർക്കും കൂടിയിട്ട് വേറൊരു ബോക്സ് മേടിച്ചില്ലോ അവ. ഇനി മേലെ തന്നെയാണ്. ഇല്ല, ഇതാണ് ഫസ്റ്റ് അല്ലേ. ആ ഓക്കെ. അത് എപ്പിടി തരും? ഓക്കെ ഓക്കെ. ഈ വ്യത്യാസം അറിയില്ല, ബോക്സ് അറിയ പോലത്തെ വേണോ? ഏത് വേണം? ഇത് ഏറ്റ കുട്ടിക്ക് ഇതൊന്നും കൊടുക്കണം. ഇത് ബീട്രൂട്ടാണ്. അന്ന് ക്യാരറ്റ് ഒന്ന് കൊടുക്കും. ഓക്കെ. ആ അതല്ലേ നമ്മുടെ അടുത്ത് പോലെ ഇല്ല, കൺഫ്യൂഷൻ ആവും. വേറെ എന്തൊക്കെയോ ആണ് വെറൈറ്റി. ആ പാപ്പാക്ക് കൊടുക്കും, കയ്യിൽ കൊടുക്കും. ആ തരാ. ഇവിടെ എല്ലാം തൂക്കിട്ടാ. അത് എത്രയാണ്? എவ்வளோ ஆச்சுண்ணா? ഇല്ലല്ലേ, ഞങ്ങളങ്ങനെ മേടിച്ചിറങ്ങി. മേടിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാ അമ്മ. ഇവിടെ ഒരാൾ ഇതാ മുട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മേടിച്ചില്ല. സ്വീറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. ആ അല്ല, നമ്മളുടെ അവിടെ സ്വീറ്റ്സ് ഐറ്റംസ് കുറവാണ്, റേറ്റും കുറവാണ്. ഇവിടെ റേറ്റും ഉണ്ട്, ഐറ്റംസും കൂടുതലാണല്ലോ അതെ. ആ ഹരിണി മാമാണ്. ഹരിണി മാമിനെ കാണാം. കൊടുക്കാൻ വേണ്ടി പോയിട്ട് സ്വീറ്റ്സ് ഇന്നിക്ക് ബർത്ത്ഡേ. താങ്ക് യു. കോൾ பண்ணுங்க. ഓരോ നേരം കൊടുക്കാണ്ട്. അല്ല, അവരെടുത്തു നിങ്ങൾ ഷെയർ பண்ணிக்கோங்க. ആ
കണ്ടവിടെ വന്ന് അവൾക്ക് കളി ചെയ്യാനിട്ടാ. മൊത്തമായിട്ടല്ലേ കൊടുക്കണ്ടോ? ഞാൻ ഇതിലെല്ലാം ഉണ്ടല്ലോ അല്ലേ? ഇതിനെ കൊടുക്കട്ടെ? ആർക്ക്? സ്കാൻ റിപ്പോർട്ട് ചോദിച്ചു. ഇതോ ഒരാളുടെ ലീലാവിലാസങ്ങൾ. മുട്ടായി കഴിക്കാൻ. മുട്ടായി പറയുന്നത് നോക്ക്. അത് വീഡിയോ ഓണാക്കി അതുവരെ ഒന്നും പറയില്ല. വീഡിയോ ഓണാക്കി പറഞ്ഞു കൊടുക്കണം. ഒറ്റടി കുറച്ച് കൊടുക്കുമ്പോൾ അന്ന് മയങ്ങിയ. അല്ലേ, ഞാനൊരു തുണ്ട് കഴിച്ചോളൂ. എനിക്ക് തല ചുറ്റാൻ തുടങ്ങി. ആ പീക്കിരി അതിന് പകുതി മുക്കാലും കഴിച്ചു. ഇതൊന്നും നല്ലതല്ല, ബേക്കറി ഐറ്റംസ് ഇല്ല, നമ്മളോട് മേടിച്ചപ്പോൾ കൊടുത്തു. അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണല്ലോ പഠിപ്പിക്കുന്ന ആള്. അങ്ങനെ എൻ്റെ തന്നെ ഇട്ടിട്ട്. അല്ലമ്മ അല്ലമ്മ അല്ല, അതാ അങ്ങനെ തിരിക്കും അല്ലേ അല്ലേ? അതെ അതെ. അമ്മ മൊത്തല്ലേ എപ്പോഴും അവനാണ് സപ്പോർട്ട് ഇട്ട. എന്നൊന്നും കുറ്റം പറഞ്ഞു ഒന്നുമില്ല, കാര്യം പറഞ്ഞതാ. അല്ലേ, പിറന്നാളായിട്ട് എൻ്റെ മാത്രം പോയിരുന്നു. എനിക്കുള്ള ഇവർക്കൊക്കെ കൊടുക്കാൻ പോകുന്നു. എനിക്കൊരു സാധനം മേടിച്ചതില്ല. ഭാവിച്ചിരിക്കുന്ന സ്കാനിങ് സമ്മാനം. വേണ്ട ബർത്ത്ഡേ. ഏൻ ബർത്ത്ഡേ? 9th and 12th. 3 days difference இருக்கு. இவ்வளோ நேரம் ஹரி மேம் பார்க்கணும்னு சொல்லிட்டு இருக்கா. அப்படியா? அதான் ஹரி மேம். തൊട്ടോ? കുഞ്ഞുവാനെ തൊട്ട് നോക്ക്. ആ തൊട്ട് നോക്ക്. திடீர்னு பெயின் வந்துருந்தது. இங்க ஹெட் ஃபிக்ஸ் ஆகுறப்ப அந்த பெயின் வரும்ல. ஓ, உள்ள போனுக்குள்ள போய் ஃபிக்ஸ் ஆகுறப்ப அப்போ சம்டைம்ஸ் பெயின் வரும்ல. நேத்து எனக்கு அப்படி வந்தது. அது அந்த பெயின் வந்தா நமக்கு ஃபிக்ஸ் ஆகும். ஓகே. எல்லாருக்கும் வராது, ஒரு சிலருக்கு வரும், ஒரு சிலருக்கு வராது. பட் இட் இஸ் குட் இல்ல. நான் பயந்து பெயின் வந்திருக்கு. ഡോക്ടറിനെ കണ്ടുവന്നുണ്ടല്ലോ. ടെൻഷൻ അടിച്ചിരിക്കണം. മോഹൻ കണ്ട ഡേറ്റ് എടുക്കുന്നോറും ടെൻഷൻ. ഗൈസ് അങ്ങനെ ഇറങ്ങി. അപ്പം ഇന്ന് വന്നത് എന്തായാലും എല്ലാം സക്സസ് ആയിട്ട് നടന്നല്ലോ. ഇന്ന് എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. ബാബുജിക്ക് ടെൻഷൻ ഇനി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഡോക്ടർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇരുത്തി പറഞ്ഞു കൊടുത്തു. ഇവിടെ വന്ന് എന്താണെന്നറിയോ, ഡോക്ടറായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു പോസിറ്റീവാണ്. അയ്യോ അയ്യോ അമ്മ വിട്ടോളി ബാ ബാ. ഇവിടെ ഒരാൾ കണ്ട, ഇവിടെ ഒരാൾ ഡേഞ്ചറാണ്. ഓടുന്നുണ്ട്. ഞാൻ പിടിച്ചാൽ മാത്രം നിൽക്കുള്ളൂ, പിടിച്ചാൽ നിൽക്കില്ല. ഇവിടെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ശ്രദ്ധിക്കണം. എന്താണ് അതുപോലെ നമ്മളുടെ കുഞ്ഞുവാവ വന്നിട്ട് റൊട്ടേറ്റ് ആയി. നിനക്ക് അത് ഒന്ന് നമുക്ക് വണ്ടിയിൽ പോയിട്ട് പറയാൻ തോന്നുന്നു. ഇവിടെ ഒരാളെ പിടിച്ചിട്ട് എനിക്ക് രണ്ടും കൂടി പിടിക്കാൻ പറ്റില്ല. ഗൈസ് അപ്പോൾ വണ്ടി എത്തിയിട്ട് പറഞ്ഞു കേട്ടാ. ഗൈസ് അപ്പോൾ വാവേ പറഞ്ഞോ. അതന്നെ. അപ്പോൾ നമ്മളുടെ കുഞ്ഞുവാവ വന്നിട്ട് റൊട്ടേറ്റ് ആയി, അവിടെ ഫിക്സ് ആയി കേട്ടോ. അതായത് ഹെഡ് ഫിക്സ് ആയിട്ടുണ്ട്. ചിങ്കുളിൻ്റെ ആ സമയത്തൊക്കെ റൊട്ടേറ്റ് ആയ ടൈമിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഫിക്സ് അല്ല, നിൽക്കായിരുന്നു. അതായത് വന്നിട്ടുണ്ട് അല്ലേ, അത് എപ്പോൾ വേണമെങ്കിൽ റൊട്ടേറ്റ് ആയിരിക്കും. അങ്ങനെയാണ്. ഇപ്രാവശ്യം അതന്നെ ആ ചിങ്കുളിൻ്റെ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്ക് ഫിക്സ് ആയത് വേറെ അറിയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി തിരിച്ച് പിന്നെയും പോകേണ്ട ഒരു ഇത് വരില്ല. കാരണം ഫിക്സ് ആയി എന്നാണ് പറഞ്ഞല്ലോ അവൻ. അല്ലെങ്കിൽ ഇങ്ങനെ
ഇടയ്ക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ആവുന്ന പറഞ്ഞത്. അതെ, അപ്പൊ ഇനി ഇറങ്ങി വരുള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഡേറ്റ് അടുത്തോണ്ടിരിക്കുന്ന വാവച്ചി കുറച്ച് കൂടുതൽ ഇതാണ്. ഡോക്ടറോട് ഇത്ര നേരം ഇത് ടെൻഷൻ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു. ഒരു പെയിൻ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഞാൻ ചോദിച്ചു, ക്ലിയർ ചെയ്തു. അപ്പൊ അത് ഫിക്സ് ആവണേന്റെ പെയിൻ ആണെന്ന് പറഞ്ഞു. ചില ടൈമിൽ ചിലവർക്ക് ഉണ്ടാവും, എല്ലാ ടൈമിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇന്നലെ വന്ന സമയത്ത് പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും അല്ല. അപ്പൊ ഹെഡ് ഫിക്സ് ആവണമെങ്കിൽ ചില സമയത്ത് പെയിൻ പെട്ടെന്ന് നല്ല രാത്രി വന്നതിലോ അവ. അപ്പൊ എന്തായാലും ഇന്നത്തെ കാര്യമൊക്കെ അടിപൊളി നടന്നു. ഫേസ് ആണ് മെയിൻ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ചിങ്ങുവിന്റെ സമയത്തേക്കാളി നല്ല ക്ലിയർ ആയി കണ്ടു. അപ്പൊ നിങ്ങൾ ഗസ് ചെയ്യുക അതിനിപ്പോ ഗസ് ചെയ്യലോ അവ. അപ്പൊ ഇനിയിപ്പോ ഒന്നുമില്ല, ഇനി നേരെ ഫുഡ് കഴിക്കുക, വീട്ടിൽ പോകാലോ അവ. അപ്പൊ എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ അല്ലേ. ഇനി നമുക്ക് 20th വരേണ്ടത്. അപ്പൊ 2 ഡോക്ടർ നമുക്ക് കാണാനുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഗൈസ്, അയ്യോ ഇവിടെ ഒരാൾ കണ്ട. ഇനി നമുക്ക് ഡെലിവറിക്ക് അത്ര ടൈമില്ല, കുറച്ചുള്ളൂ, വളരെ കുറച്ചുള്ളൂ. പിന്നെ നമുക്ക് കറക്റ്റ് അവർ പറയുന്ന ഡേറ്റും നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മുമ്പാവാം, എന്തുവാണെങ്കിൽ സംഭവിക്കാം. അപ്പൊ എന്തായാലും പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിലോ. പിന്നെ ചിങ്കടും ഇല്ലേ, ഡോക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഇവിടുന്ന് ഇറങ്ങി ഞങ്ങളൊരു മറ്റേ സ്കാനിങ് സെന്റർ എത്തിയപ്പോൾ മുതൽ ഹരിമേമോടെ കൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുന്നത്. ഹരിമേമോടെ പോയാ എന്ത് പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത്? ഗൈസ് തമിഴൊക്കെ സംസാരിക്കുന്ന സമയത്ത് മൂപ്പര് മനസ്സിലാക്കുന്നു. ഡോക്ടറിന് തമിഴ് പറയുന്ന സമയത്ത് ചിങ്കടു അതിനൊക്കെ എന്താ റീപ്ലൈ കൊടുക്കണല്ലോ. ഡോക്ടറിനെ അന്തം വിട്ടു. ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ എത്രേ ഉള്ളൂ. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോകണം. അപ്പൊ എന്തായാലും എല്ലാവരും മറക്കണ്ട ഗസ്റ്റ് ചെയ്തു ആരിനെ പോലെ ഉണ്ടെന്നുള്ളത്. അപ്പൊ എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അല്ലേ ബൈ 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 പറ. ഓക്കെ ബൈ. പ്ലേയിങ്സ് കൊടുക്ക്. ഓക്കെ.